സഭയുടെ തത്വമായിരിക്കുന്ന, സഭയുടെ അടിസ്ഥാനമായിരിക്കുന്ന ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുമ്പോൾ, ഇന്ന് രാത്രി അവൻ നമുക്ക് വേണ്ടി ഇപ്പോൾ right now അവൻ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്. പാപയാഗം വരുത്തിയ ശാപത്തിന് മുക്തി നൽകി വിടുതലയച്ച തൻ്റെ ജനത്തിനു വേണ്ടി സ്വർഗത്തിലേക്ക് കയറിപ്പോയ ശ്രീ യേശു. ആകയാൽ പവിത്ര, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ. ആമേൻ. നമുക്ക് വേണ്ടി സകതാപം കാണിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ ശ്രീ യേശു ഇന്ന് രാത്രി അവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ഇവിടെ കൺവെൻഷനായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കും, ആരും നമ്മുടെ കൂടെയില്ല. എന്നാൽ ഇന്ന് രാത്രി ഇതിൻ്റെ ചുറ്റുവട്ട തടയാളങ്ങൾ ദൈവം നടത്തുമ്പോൾ ഒരു കാര്യം നീ മറന്നു പോകരുത്. നീ ഭാരത്തോട് ദൈവസന്നിധിയിൽ അവൻ ദൈവഹിത പ്രകാരം ഇരിക്കുന്ന വിഷയങ്ങളുടെ മേല് വാത്സല്യ മാതാവി, വാത്സല്യ പിതാവേ, വാത്സല്യ വിശ്വാസിയെ, നിനക്ക് വേണ്ടി അവൻ സ്വർഗത്തിൽ ഇപ്പോൾ പിതാവിന്റെ വലഭാഗേ നമ്മുടെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട്, പിതാവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റായി സ്വർഗത്തിൽ ആയിരിക്കുന്നത് അവന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയാണ്. വിശ്വസിച്ച ദൈവമക്കൾ, വിശ്വാസവചനം അംഗീകരിച്ച ദൈവമക്കൾ, ആരാധിക്കുന്ന ദൈവമക്കൾ എവിടെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടി ഒരുവനിതാ സ്വർഗത്തിലായിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനായി, അവൻ വിശുദ്ധനായി, അവൻ നിന്നേക്ക് വേണ്ടി കാത്തിരുന്ന തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ഞാനും നീയും അവൻ പകൽക്കാലങ്ങളും ജീവിതത്തിന്റെ ഇതര സമയങ്ങളിൽ നിർവിചാരകരായി പോകുമ്പോൾ അവൻ സ്തോത്രം ഹല്ലേലൂയ, നിന്റെ രക്ഷാനായകൻ, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ നമ്മുടെ കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ അവൻ പിതാവിന്റെ വലഭാഗേ അവൻ പ്രത്യക്ഷനായിരിക്കുന്നു എന്നുള്ളത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അവൻ ആണ്ടിൽ ഒരിക്കൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷ മഹാപുരോഹിതന് ആണ്ടിൽ ഒരിക്കൽ മാത്രം അവൻ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളപ്പോൾ നമ്മുടെ ശ്രേഷ്ഠ പുരോഹിതൻ ഇതാ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇതാ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളുടെ കുറവ് പരിഹരിക്കുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, നമുക്ക് വിടുതൽ ലഭിക്കുവാൻ, ഭാരങ്ങളുമായി ഇന്ന് രാത്രി വന്ന ജീവിതങ്ങളെ നമ്മെ വിടുവിക്കുവാൻ അവൻ ഉയരത്തിലായിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ പൈതലിൽ അവന്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്ന അനുഗ്രഹിക്കുന്നമായ ഒരു ഹൃദയ പ്രത്യാശയാണ് നമ്മുടെ കർത്താവ് ഉയർത്തപ്പെട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വലഭാഗേ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കുകയാണ്. ഭാരങ്ങൾ നിറഞ്ഞ, വേദനകൾ നിറഞ്ഞ, കണ്ണുനീര് നിറഞ്ഞ ഈ ലോകത്തിൽ അല്പകാലം നിന്നെ വേർപാടിലും വിശുദ്ധിയിലും ദൈവമാക്കി നിന്നെ ഇവിടെ നിർത്തുമ്പോൾ നിന്നെ തനിയല്ല, നിനക്ക് വേണ്ടി ഒരുവൻ ഇന്ന് രാത്രി കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായിട്ട് അയക്കുക മാത്രമല്ല, നമ്മുടെ കർത്താവ് അഡ്വക്കേറ്റ് ഉയരത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുവാൻ സമയമെടുക്കുന്നില്ല. വായിക്കുന്ന ദൈവമക്കൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എൻ്റെ യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന. ആമേൻ. അവൻ മധ്യസ്ഥനായി സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയായിരിക്കുമ്പോൾ താൻ ആദ്യം പിതാവിനോട് സംസാരിക്കുന്നു, അതിനുശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൻ്റെ വചനം വിശ്വസിക്കുന്നു,
വസിക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അവൻ നമ്മുടെ കർത്താവ് മധ്യസ്ഥനായ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഈ രാത്രി ഒരു ഗുണപാഠ ദൈവജനത്തിനു വേണ്ടി ഇടവിൽ നിൽക്കുവാൻ ദൈവസഭകളെ ദൈവം അവിടങ്ങളിൽ ആക്കിയിരിക്കുകയാണ്. അവൻ ഉറങ്ങുന്ന സമയമല്ല, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിയിരിക്കുമ്പോൾ ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന ഏതെല്ലാം മേഖലകളില്, ഏതെല്ലാം ദേശങ്ങളില്, ആമേൻ സ്തോത്രം, ഏതെല്ലാം ഏരിയകളില് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത മനസ്സിലാക്കുന്ന വാത്സല്യ ജീവിതങ്ങളെ ഇന്ന് രാത്രി ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ സ്തോത്രം, ഒരു കാര്യം വ്യക്തമായി പറയുന്നു. ഇത് പ്രാർത്ഥനയുടെ സമയമാകട്ടെ, ഇത് കണ്ണുനീരിന്റെ സമയമാകട്ടെ, ഇത് ഒരുക്കപ്പെടുന്ന സമയമാകട്ടെ. നമ്മുടെ രക്ഷകൻ, നമ്മുടെ ലീഡർ കാണിച്ചു തന്നത് പ്രാർത്ഥനയുടെ സിദ്ധാവ്, ആ പ്രാർത്ഥനയുടെ പദ്ധതിയാണെങ്കിൽ ആ പ്രയർ ഇന്ന് രാത്രി നമ്മുടെ മേൽ ഉയരട്ടെ. വിടുതൽ ആവശ്യമുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു. ജീവിതങ്ങളെ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. എത്തപ്പെട്ട ജീവിതങ്ങളെ നിങ്ങൾ വന്ന വിഷയങ്ങളിൽ ഊരി വിടുതൽ പ്രാപിച്ച് ഇന്ന് രാത്രി സമാധാനമായി പോകാൻ കഴിയോ? അത് എന്റെ ഗുണം കൊണ്ടല്ല. ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ ഉയരത്തിലായിരിക്കുകയാണ്. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഇതിന്റെ മറുപടി എന്താണ്? സ്വർഗമാണ് പറയേണ്ടത്. സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി അത് ഹൃദയത്തിലേക്ക് വിശ്വസിക്കുന്ന ജീവിതങ്ങളെ, ജീവിത കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കന്മാരെ, എന്റെ യുവതികളെ ചെയ്ത് ചെയ്ത് ഈ ദൈവശക്തി പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ചതാണ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. അവൻ ഉയരത്തിൽ നിനക്ക് വേണ്ടിയുണ്ട്. സമയം അതിവേഗം പോകുന്നത് കൊണ്ട് വാക്കുകൾ അതിവേഗം ചുരുക്കേണ്ടതുണ്ട്. അനേക വാക്യങ്ങൾ അതിനോട് ചേർന്ന് ഉദ്ധരണികളായി വായിച്ച് ധ്യാനിക്കാൻ നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ അത് ചിന്തിക്കുവാൻ കഴിയും. ആമേൻ സ്തോത്രം. ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയ ഈ ശ്രീ യേശു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പ്രമോദമരുളുകയാണ്. 27, 28 വാക്യങ്ങൾ വായിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. മൂന്നാമത്തെ പ്രത്യക്ഷത ഈ വേദഭാഗത്തിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ ധ്യാനിക്കുന്നത് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്, വിശ്വാസ ജീവിതത്തിന് കാരണമായി തീരും. മൂന്നാമത്തെ ഭാഗം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ഇത് മാറ്റാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയത്തില്ല. ഇറ്റ്സ് ആൻ അപ്പോയിന്റഡ് ബൈ ഗോഡ്. ദൈവം തന്നെ നിയമിച്ചിരിക്കുകയാണ്. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ എന്ത് ചെയ്യും? നീതിയിൽ ന്യായം വിധിക്കും. അത് മാറ്റാൻ കഴിയത്തില്ല. എന്നാൽ ഈ പ്രത്യക്ഷതയെ പറ്റിയാണ് എൻ്റെ വിഷയം. അടുത്ത വാക്യത്തിൽ പറയുന്നത്, തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ, ഒരിക്കലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ നമുക്ക് വേണ്ടി ഇന്ന് രാത്രി ആമേൻ ആമേൻ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി മറുവിലയായി തീർന്ന കർത്താവ് ഉയരത്തിൽ വസിക്കുമ്പോൾ ഇനിയുള്ള മൂന്നാമത്തെ തേർഡ് ഫോർഡ് അപ്പിയറൻസ് ഓഫ് അവർ ലോർഡ് ജീസസ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു. കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. ഒന്നാമത്തെ വരവ് ആമേൻ ദൈവത്തിന് സ്തോത്രം. എന്റെയും നിങ്ങളുടെയ ഇന്ന് രാത്രി കേൾക്കുന്ന ജീവിതങ്ങളുടെയ ദേശങ്ങളുടെയ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി ഒന്നാമത്തെ വരവ് ഈ ഭൂമിയിൽ സംജാതമായെങ്കിൽ, ലോക അവസാനത്തിൽ അത് സംഭവിച്ചെങ്കിൽ, ആമേൻ ആമേൻ യുഗങ്ങളുടെ പാറയായ ശ്രീയേശു ഈ ഭൂമിയിലേക്ക് തക്ക സമയം പിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു അവന്റെ മൂന്നാമത്തെ പ്രത്യക്ഷത എന്താണ്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. ഒന്നാമത്തെ വരവ് പാപപരിഹാരം വരുത്തിയെങ്കിൽ ഇത് രണ്ടാമത്തെ വരവ്. രണ്ടാമത്തെ വരവ് സെക്കൻഡ് കമ്മിങ് ഓഫ് ദി ലോർഡ് ജീസസ്. രണ്ടാമത്തെ വരവിന് രണ്ട് പതനങ്ങളുണ്ട്. അവൻ ഒന്നാമത്തെ വരവിന്റെ അവൻ പ്രയോഗപദ്ധതി എന്ന് പറയുന്നത് പാപപരിഹാരം വരുത്തി പിതാവ് എന്ന പുത്രനെ കുറിച്ച് ആഗ്രഹിച്ചോ അത് നിറവേറ്റുക എന്ന
പോയി. Praise the Lord. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഈ വചനത്തിലൂടെ. കഴിഞ്ഞ